उसने मेरे को हिंट दिया कि किसकी। हाँ अब मैं तो पहले ही चार्ज था। നിങ്ങൾ എല്ലാവരും 370 രൂപ ബിരിയാണിയുടെ ആ ഒരു പോർഷൻ കണ്ടിട്ടുണ്ടാവും. ഒരു പയ്യൻ ഇങ്ങനെ പറയുന്നു, ഒരു പെൺകുട്ടിക്ക് 370 രൂപ ബിരിയാണി വാങ്ങിക്കൊടുത്തു, വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞു. അപ്പോൾ ഈ 370 രൂപ കൊടുത്തിട്ട് അത് ഇങ്ങനെ വസൂലി ഞാൻ എന്ന് അവൻ വിചാരിച്ചു എന്ന് അവൻ പറയുന്നുണ്ട്. അതിനുശേഷവും അവൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് ചിരിക്കുന്നത് ആണുങ്ങൾ മാത്രമാണോ? എത്ര പെൺകുട്ടികൾ അവിടെയുണ്ട്, എത്ര സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു? എല്ലാവരും ചിരിക്കുകയാണ് ചെയ്തത്. വളരെ കുറച്ചു പേര് ചിരിച്ചിട്ടില്ല. ചിലപ്പോൾ ആ ഒരു ഫിയർ കാരണമായിരിക്കും. ഇതെങ്ങാനും റോങ് ആയിട്ട് പബ്ലിക്കിലേക്ക് പോയാൽ ഞാൻ ചിരിച്ചത് അവിടെ കാണുമെന്നുള്ള ഒരു പേടി കൊണ്ടാണെങ്കിലും അങ്ങനെ അല്ലായിരിക്കാം. എന്നാലും അങ്ങനെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. ഈ ഒരു ഡാർക്ക് ഷോയില് കാണാൻ പോയതല്ലേ, അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ. ഇതെല്ലാം കേട്ടുകൊണ്ട് ചിരിക്കുന്നുണ്ട്, അവിടെ അട്ടഹസിക്കുന്നുണ്ട്. വലിയ എന്തോ തമാശയാണ് പറഞ്ഞത്. ഒരാളുടെ കൂടെ ഫുഡ് കഴിക്കാൻ പോയി, അതിന് ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്തും ചെയ്യണം എന്നാണ്, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അവൻ അതിനുശേഷം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് കേട്ടു നോക്കാം. तो उसने मेरे को हिंट दिया कि किसकी। हाँ अब मैं तो पहले ही चार्ज था। क्योंकि 370 का लॉस हुआ है। हाँ, अभी तेरे 12 रुपए वसूल हो गए। तो मैंने क्या करा, मैंने उसको पकड़ा और की स्टार्ट। ठीक है, किस कर रहे हैं हम, मेरे को मज़ा नहीं आ रहा। मैं कहा यार, तो मैंने क्या करा, पहले तो मैं यही हाथ डाल रहा था, तो किस करते करते मैंने उसकी टोप पहन रही थी, वो टोप उठाया, टोप डाल रही थी। टॉप तो मैंने उसका टॉप उठाया, हाँ। नीचे उसने एक वो क्या कहते हैं उसको यार, पजामी। पहली बार क्राउड वर्क में ऑडियंस के लिए स्टैंडिंग। हाँ, वो लेगिंग्स पहन रखी थी। लेके तो तू क्या बोला? लायरा लायरा। तो ഈ ഒരു സംഭവത്തിൽ ചിരിച്ചവരെല്ലാവരും ഈ ഒരു 370 രൂപയുടെ വിലയാണ് ആ പെൺകുട്ടിയുടെ മാനത്തിന്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കൂടെ കിടക്കാൻ അത്ര മതി എന്ന് ചിന്തിച്ച് ചിരിക്കുന്നവരാണോ, അതോ ഈ ഒരു ഡാർക്ക് ടോപ്പിക്, ഡാർക്ക് ജോക്ക് ഇഷ്ടപ്പെട്ട് ചിരിക്കുന്നവരാണോ എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. ഒരുപാട് കാര്യങ്ങൾ നോർമലൈസ് ചെയ്യുന്ന, ഒരുപാട് തോട്ട്സ് നോർമലൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ എന്നെ തന്തവൈവാക്കിന്ന് വരും. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നോർമലാണ്. അവിടെ സെക്സ് എഡ്യൂക്കേഷൻ വേണം, ഇവിടെ സെക്സ് എഡ്യൂക്കേഷൻ വേണം എന്നൊക്കെ പറയുന്ന പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതേ പെൺകുട്ടികളാണ് ഇവരുടെ കൂടെ ഡേറ്റിങ്ങിന് പോകുന്നത്. എല്ലാം ഒരാള് ശരിയല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവിടുന്ന് വലിയാണ് ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടി. ബാക്കിയുള്ളത് ഇപ്പൊ പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ, ഞാൻ പറയുന്നില്ല, വാട്ടെവർ അവരെന്തോ ആവട്ടെ, പക്ഷെ ബുദ്ധിയില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു വീഡിയോസിന്റെ ഒക്കെ ഒരു വ്യൂ തന്നെ നോക്കിക്കോ. ഇതിലിപ്പോ ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടിയിട്ട് ഈ ഒരു വീഡിയോന് കിട്ടിയ റീച്ചിനെക്കാട്ടിലും തന്നെ റീച്ച് നോർമലി ഇതിനുണ്ടാവും. ഇത് കണ്ട് എന്റർടൈനിങ് ആവുന്ന ആളുകളുണ്ട്. ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള മില്യൺ കണക്കിന് ആളുകളുണ്ട്. ഇത്തരം ചാനൽസ് ഉണ്ട്, ഇത്തരം സ്റ്റാൻഡപ്പ് കോമഡി, ഡാർക്ക് ഹ്യൂമർ പറയുന്ന ഒരുപാട് ഷോസ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് കാലം ഇത്രയും മാറി, ഇത് 2026 എന്ന് പറഞ്ഞ് മെഴുകുന്ന കുറെ ഏജൻസി പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് മനസ്സിലാക്കണം, ഇതിന്റെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സും അതുപോലെ തന്നെ ഈ ഒരു നോർമലൈസേഷന് ഏറ്റവും കൂടുതൽ കാരണമായിട്ടുള്ള ആളുകളും ഇവർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കൂ, നിങ്ങൾക്ക് എന്താണ് എന്റർടൈനിങ് ആയി തോന്നുന്നത് എന്നുള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് ഫണ്ണായിട്ട് തോന്നുന്നുണ്ടോ? ഒരു പെൺകുട്ടിയെ പറ്റി ഇങ്ങനെ പറയുന്നത് ഫണ്ണായിട്ട് തോന്നുന്നുണ്ടോ? വേറൊരു വീഡിയോ ഇതേ ഷോയിലുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. सेजल, तो क्या सीन है, क्या करती है लाइफ में? MBBS कर रही हूँ, gonna be a doctor. तो तूने अभी बॉडी कट करने देते हैं? मतलब 10 लोगों का एक ग्रुप होता है, उसमें एक बॉडी होती है। हाँ। तो जो भी लोग मतलब मरने से पहले कंसेंट देते हैं कि मुझे बॉडी डोनेशन करना है, हाँ। मेरा मतलब डिसेक्शन, मतलब आर्मी जो भी है और ऐसे कोई जोक वोक भी मारते तभी, एकदम सीरियस रहते सब लोग? मारते हैं ना। जोक वोक भी मारते क्या कि इसके दिमाग में कुछ नहीं है? Whatever, जो भी साइज वगैरह जो क्या साला तुम लोग ये सब बातें करते हो? बेचारे चाचा ने नोबेल कॉज के लिए अपनी बॉडी डोनेट की है और बच्चे लोग रहे भाई चाचा का छोटा है। ഈ ഹോസ്റ്റ് ചെയ്യുന്ന ഈ ഒരു പന്നനായിന്റെ മോൻ എന്താ പറയാ, അവള് സംസാരിച്ച് വരുന്ന സമയത്ത് അങ്ങനെ ഒരു ഫണ്ണായിട്ടുള്ള ഒരു രീതിയിലല്ല പോകുന്നത്. സംസാരിച്ച് തുടങ്ങി അപ്പോഴേക്കും പറഞ്ഞു, ഇത് നിങ്ങള് ഫണ്ണായിട്ട് എന്തെങ്കിലും അവിടെ സംസാരിക്കാറുണ്ടോ, കളിയാക്കുന്ന രീതിയിൽ. അതായത് ഡെഡ് ബോഡിയുടെ കാര്യം പറയുന്നത്. MBBS പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണത്, ഡോക്ടർ ആവാൻ പോകുന്ന ഒരാളാണ്. ഡെഡ് ബോഡിയൊക്കെ കട്ട് ചെയ്ത് നോക്കുന്നതിന് വേണ്ടി തരാറുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു സൈസ് കാര്യങ്ങളെല്ലാം
പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു 10 പേര് ഫണ്ണായിട്ട് സംസാരിക്കുന്നു വാട്ട് എവർ. അപ്പൊ തോന്നുന്നത് എന്ത് വേണമെങ്കിൽ പറയുമെന്നാണ് പറയുന്നത്. അപ്പൊ ലാസ്റ്റ് പറയുന്നത് കേട്ടില്ലേ, അതിനെ കൂടുതൽ ഫണ്ണാക്കി അങ്ങനെ ഒരു കണ്ടന്റ് ആക്കി അതിനെ മാറ്റുന്ന ഒരു സ്വഭാവം. ഇതുപോലെ കുറെ സാധനമുണ്ട്. ഇനി ഇതിനേക്കാട്ടിലും കൂടുതൽ കുറയില്ല. ഇപ്പൊ തന്നെ പലരും ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ ഇപ്പൊ ഹിന്ദിയിലുള്ള ഒരു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നവരിൽ പലരും കുറച്ച് പേരൊക്കെ മാന്യമായിട്ട് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് പലരും ഞാൻ പറയുന്നു, അവരെല്ലാവരും ഇപ്പോൾ തള്ളയ്ക്കും തന്തയ്ക്കും വിളിക്കുന്ന ആ ഒരു കാര്യം വരെ അവിടെ നോർമലാണ്. പൊതുവേ ഈ ഒരു തെറി എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ മാത്രം അതുകൊണ്ട് ഇവിടെയൊക്കെ പറയുന്ന തെറികളുടെ സെയിം മീനിങ് ഉള്ള സാധനമാണ്. പക്ഷെ അവിടെ അങ്ങനെ ആരും അത് ഇമോഷണൽ ആക്കി എടുക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ കാണാനിടയുണ്ടായി. ഏകദേശം ഒരു 80s ജനിച്ചിട്ടുള്ള ഒരു സിസ്റ്ററിന്റെ വീഡിയോ ആണ്. അവരെ ഒരു പെൺകുട്ടി പരിചയപ്പെടുവാണ്. യങ്സ്റ്റർ ആയിട്ടുള്ള പെൺകുട്ടിയാണ്. ഇപ്പൊ 17-18 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ആ കുട്ടി ഈ ചേച്ചിയോട് ചോദിക്കുകയാണ്, ചേച്ചിയുടെ ബോഡി കൗണ്ട് എത്രയാണ്? അപ്പോൾ ബോഡി കൗണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ബോഡി കൗണ്ട് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത്. ഈ ബോഡി കൗണ്ട് എന്ന് വെച്ചാൽ അപ്പോൾ ചേച്ചിയുടെ റിപ്ലൈ ചെയ്തായിരുന്നു, ഒരാളാണ് ഉള്ളത്, അതായത് ഹസ്ബൻഡ് മാത്രമാണെന്നുള്ളതിൽ പറഞ്ഞപ്പോൾ എനിക്ക് ചേച്ചി കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നു. ചേച്ചിയൊക്കെ തള്ളിയായി, ചേച്ചിയെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഈ ഒരു കുട്ടി ആ ചേച്ചിയോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ കുട്ടി സ്വമേധയാ പറഞ്ഞൊരു കൗണ്ട് 7 മറ്റാണ്. 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇന്റിമേറ്റ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണമാണ് ഈ പറയുന്നത് ബോഡി കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. 7 പേരാണ്, അല്ലെങ്കിൽ കുറച്ചിലും അത്ര. പണ്ടൊക്കെ ഈ ആണുങ്ങൾ, പണ്ടെന്ന് മാത്രമല്ല ഇപ്പോഴായാലും കുറെ ആളുകളൊക്കെ ഈ കുറെ പേര് ഉണ്ടായിരുന്നു എന്നൊരു ക്രെഡിറ്റ് ആയിട്ട് പറയുന്ന ആ ഒരു സാധനം ഇപ്പോൾ പെൺകുട്ടികളിലേക്ക് എത്തി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് അങ്ങനെ അല്ലാത്തവരെ ഇവര് അയ്യോ വയസ്സായി കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് മാന്യമായി ജീവിക്കുന്ന ഒരു സ്ത്രീയോട് ഇവര് പറയാണ്, ഓ ചേച്ചിയുടെ ബോഡി കൗണ്ട് 1 ആണോ, ഹസ്ബൻഡ് മാത്രമാണോ, ചേച്ചിയെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ചേച്ചിയുടെ എല്ലാം തരുന്നു എന്ന്. അപ്പൊ ഇതെല്ലാം ഇനി മാറുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മാറുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? എനിക്കില്ല. ഇതൊന്നും മാറില്ല. മാറണമെങ്കിൽ ഒരേ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ മാറുക. വേറെ ആരുമില്ല, നമ്മൾ മാറുക. മാറാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കണം ഞാൻ എങ്ങനെ ചിന്തിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണെന്നുള്ളൊരു ബോധം എനിക്ക് വേണം. അല്ലെങ്കിൽ ആ ഒരു റിയലൈസേഷൻ വരണം, ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു തരുമ്പോൾ വരണം. അത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്നും മാറാൻ പോകുന്നില്ല. ഇതിനേക്കാളും വേഴ്സ്റ്റ് സിറ്റുവേഷനിലേക്ക് പോകും. എല്ലാവരും ആ പയ്യനെ പറ്റി പറഞ്ഞപ്പോൾ, ആ പയ്യൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, അവൻ പറഞ്ഞ ചെറ്റത്തരം മാത്രം ഫോക്കസ് ചെയ്ത് സംസാരിച്ചപ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ ഈ ഒരു MBBS സ്റ്റുഡന്റിന്റെ കാര്യം പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അപ്പൊ എന്റെ തോട്ട്സ് ഇവിടെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. 3 महीने पहले मैंने शो किया था, उसका एक पार्ट ऑफ द क्लिप वायरल हो रहा है अभी, साइज वगैरह जो क्या? and I'm very sorry that thing happened and I said the very wrong thing. I'm so sorry about that. मैंने ऐसे कभी इंटेंशनली नहीं सोचा था कि मैं वो चीज़ बोलूँगी. It's very bad to see whatever narrative has been said. मुझे इतना बोलना था कि शुरुआत में मैंने ये 2 बार बोली थी चीज़ कि आई रिस्पेक्ट दैट, लाइक हम उनका बहुत रिस्पेक्ट करते हैं एंड आई नो इट्स माई मिस्टेक. एंड मुझे ये बिल्कुल आइडिया नहीं था कि 2 महीने पहले की क्लिप अभी आज उसमें से एक पार्ट लेके ऐसा कुछ बड़ा इशू हो जाएगा. ओनली थिंग इज़ कि आई wanted to come here and give a public apology that मेरे साइड से ऐसा कभी नहीं होगा वापस. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.